വിഷുക്കണി കണ്ടപ്പം ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ശശികല ടീച്ചർ തൻ്റെ പേജിൽ ഇട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് പോലും ജസ്ന സലീം തന്നെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി രംഗത്ത് വന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കുറച്ച് ദിവസമായി യൂട്യൂബിൽ എപ്പം നോക്കിയാലും കാണുന്നത് ജസ്ന സലീമും ഗുരുവായൂർ അമ്പലവും അതിനെപ്പറ്റി ഉള്ള വിഷയങ്ങളുമാണ്. ജസ്ന സലീമിനെ കോടതി നിരോധിച്ചെന്നും ജസ്ന സലീം ഒടുവിലാണെന്നും ഒക്കെയായിട്ടുള്ള ന്യൂസുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന ഇല്ലാത്ത ഒരു യൂട്യൂബ് പേജ് പോലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണാനേ പറ്റുകയില്ല. കാരണം യൂട്യൂബർമാർക്കും ഒരു കണ്ടന്റാണ്, ജസ്നയ്ക്കും ഇതൊരു ബിസിനസ്സാണ്. തൻ്റെ ചാനൽ ഇങ്ങനെ 10 പേര് പുലഭ്യം പറഞ്ഞ് വലുതാക്കുവാൻ ഏറ്റവും കിട്ടിയ ചാൻസാണ് ജസ്നയ്ക്കും ഇപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് വിഷുവുമായിട്ട് രാവിലെ കണ്ട ആദ്യത്തെ റിപ്പോർട്ട് തന്നെ നടു റോഡിൽ കണിയൊരുക്കി ജസ്ന എന്ന് പറഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി ഓരോരുത്തരുടെ വകയായിട്ടുള്ള വീഡിയോയും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മറുപടിയായി, അതായത് വഴിയരികിൽ വിഷുക്കണി ഒരുക്കിയിരുന്ന കൃഷ്ണവിഗ്രഹവും അതിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത ജസ്നയെയും അത് കഴിഞ്ഞ് കണ്ണന് ഉമ്മ കൊടുക്കുന്നതുമായുള്ള വീഡിയോയും അതിനെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോകളുമാണ് ഇന്ന് രാവിലെ മുതൽ യൂട്യൂബിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പ് ജസ്നയുടെ പേജിൽ തന്നെ ജസ്ന ഇട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി കാരണമുണ്ടായത്. കാരണം ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതിനെ പറ്റിയാണ് ജസ്ന ഇന്ന് വീഡിയോ ഇറക്കിയിരിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഗുരുവായൂർ റോഡ് സൈഡിൽ കണ്ണൻ്റെ വിഷുക്കണി കണ്ടപ്പം ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെച്ച വിഷുക്കണി എന്നുള്ള രീതിയിലാണ് ടീച്ചറുടെ ആ ഒരു പോസ്റ്റ് കണ്ടത്. ഗുരുവായൂരിലെ ഒരു വഴിയരികിൽ വിഷുക്കണി ഒരുക്കിയിരിക്കുന്ന കൃഷ്ണബിംബത്തിന് അടുത്ത് നിന്ന് താനെടുത്ത ഒരു ഫോട്ടോയെ തെറ്റിദ്ധരിച്ചാണ് ശശികല ടീച്ചർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് ജസ്ന സലീം ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ ചെയ്യാണ് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർ പറയുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ മുതൽ യൂട്യൂബ് കണ്ട എനിക്കും തോന്നിയത് ഇവർ ഷോ ഓഫിന് വേണ്ടി നടു റോഡിൽ കൃഷ്ണ വിഗ്രഹത്തിനോട് ചേർന്ന് ഇന്ന് ഫോട്ടോ എടുക്കുകയും അത് പബ്ലിസിറ്റിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയും അപ്പോൾ ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ മറ്റുള്ള യൂട്യൂബർമാർ വീണ്ടും അതെടുത്ത് അലക്കുകയും അങ്ങനെ വീണ്ടും റീച്ച് ആകുകയും ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. കണ്ണനെ കണ്ടപ്പം കണ്ടില്ല എന്ന് നടിച്ച് പോരാൻ തോന്നിയില്ല, അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. അതോടെ ഞാൻ ഇതിൽ കൊടുക്കാം. ഇവർ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും നമുക്കിനി ഒന്ന് കണ്ടു നോക്കാം. ഏതായാലും ഈ 21-ാം നൂറ്റാണ്ടിൽ എന്ത് വിഷയമിട്ടാലും അതെല്ലാം യൂട്യൂബിലിട്ട് വൈറലാകുവാൻ അധികം നേരമൊന്നും വേണ്ട എന്ന് ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് സ്വന്തമായി ഒന്ന് ഫേമസ് ആയ ജസ്നയ്ക്ക് പിന്നീട് താൻ കൂടുതൽ ഫേമസ് ആകാൻ വേണ്ടി ഇട്ടുകൊടുത്തതാണോ കേക്ക് മുറിയും പിന്നീട് കൃഷ്ണപ്രേമവും ഒക്കെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഏതായാലും കൃഷ്ണപ്രേമം മൂത്ത് അവസാനം കോടതി വിലക്കിൽ വരെ എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഫേമസ് ആയതുകൊണ്ട് ഡെയിലി വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ജസ്ന സലീം ഇടുന്നുമുണ്ട്. അതിനൊക്കെ നല്ല റീച്ചും കിട്ടുന്നു. അവർ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ആയിരക്കണക്കിന് മറുപടികളുമായി മറ്റ് യൂട്യൂബർമാരും രംഗത്തുണ്ട്. അപ്പോൾ ഇന്ന് ശശികല ടീച്ചറിൻ്റെ പോസ്റ്റ് ആയിരിക്കും ഇനിയും വരാൻ പോകുന്ന വീഡിയോകളുടെ എല്ലാം മൂലകാരണം. അപ്പോൾ ഈ ജസ്ന സലീമിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.